ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റൈഡർ കാത്രീന. എല്ലാവർക്കും എൻ്റെ മൂന്നാർ യാത്രയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം. ട്രാവലിംഗ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മൂന്നാർ യാത്രയിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടമായത് അവിടുത്തെ പ്രകൃതി ഭംഗിയും കുതിര സവാരിയായിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് കുണ്ടല ഡാമിനടുത്തേക്കാണ്. കുണ്ടല ഡാമിൻ്റെ വീഡിയോ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ കാണിച്ചതുകൊണ്ട് ഇന്ന് ഞാൻ ഗ്രാൻഡീസ് മരങ്ങളുടെ അടുത്തുള്ള ഹോഴ്സ് റൈഡിംഗ് ആണ് മെയിനായിട്ട് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഡ്രൈവിംഗ് ചെയ്ത് പോകാനും മറ്റും ഇഷ്ടമുള്ളവർക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരിടമാണ് മൂന്നാർ റൂട്ട്. നല്ല വളവുകളൊക്കെ ഉള്ള റോഡായതിനാൽ നല്ല ശ്രദ്ധയുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാർ ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അച്ചാച്ചൻ ഡ്രൈവിങ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ കമൻറ്റ് വന്നായിരുന്നു, ഈ ഒരു റൂട്ട് വന്യമൃഗങ്ങളൊക്കെ ഇറങ്ങുന്നതാണോ, അതുകൊണ്ട് സേഫ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടൊരു കമൻ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് അങ്ങനെ വന്യമൃഗങ്ങളെയൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷേ ഞങ്ങൾ പോയ റൂട്ട് ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവർ അവിടെ പ്രിക്കോഷനായിട്ട് ഈ ഇലക്ട്രിക് കമ്പികളൊക്കെ വലിച്ചു കെട്ടിയതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കാറിലിരുന്നുകൊണ്ട് തന്നെ മോൻ ഉറങ്ങിപ്പോയി. മൂന്നാറിൻ്റെ തണുപ്പൊക്കെ കാരണമായിരിക്കും സുഖം പിടിച്ച് അവൻ ഉറങ്ങിപ്പോയി. ഫ്രണ്ട്സ് ഞങ്ങളെല്ലാവരും തന്നെ മൂന്നാർ ട്രിപ്പ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് കുണ്ടല ഡാമിനടുത്തുള്ള ഗ്രാൻഡീസ് മരങ്ങളുടെ കൊച്ചു പാർക്ക്. ഫോട്ടോ എടുക്കാനും കുട്ടികൾക്ക് കളിക്കാനും ഒക്കെ പറ്റിയ ഒരിടമാണ് ഇവിടം. ഇവിടെ ഫോട്ടോ എടുത്ത് തരാൻ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരുടെ ക്യാമറയിൽ ഫോട്ടോ എടുത്തിട്ട് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ നമുക്ക് ക്ലാരിറ്റിയുള്ള ഫോട്ടോസ് നമ്മുടെ ഫോണിലേക്ക് സെൻഡ് ചെയ്യും. അതിന് ഒരു സ്റ്റില്ലിന് വെറും 20 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാനും മോനും ഊഞ്ഞാലാട്ടത്തിലേക്ക് കടന്നു. എനിക്ക് പിന്നെ ഊഞ്ഞാലെന്ന് കണ്ടാൽ കേൾക്കുമ്പോൾ തന്നെ പ്രാന്ത. അപ്പോൾ നമ്മൾ വിടുവോ? ഇനിയാണ് ഹോഴ്സ് റൈഡിങ്. മോന് കയറണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് തന്നെ. പക്ഷേ എല്ലാവർക്കും കയറാൻ ആഗ്രഹം ഉണ്ടായിരുന്നു അവിടെ കുതിരയുടെ പുറത്ത്. റേറ്റ് എന്ന് പറയുന്നത് സിംഗിളായിട്ട് കയറാൻ 150 രൂപയും മുതിർന്ന ഒരാളും ഒരു കുട്ടിയും കൂടാണ് കയറുന്നതെങ്കിൽ 250 രൂപയുമാണ് റേറ്റ്. ഞാൻ കയറിയ കുതിരയുടെ പേര് റോസി എന്നായിരുന്നു. നല്ല പേരല്ലേ? ഞങ്ങൾ നല്ല കൂട്ടായിട്ട് ആദ്യം നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ പിന്നെ അത് നല്ല രസമായി. നമ്മളൊന്ന് കയറി ഇരിക്കുമ്പോൾ ഉള്ളൊരു ബാലൻസ് ചെയ്യുന്ന ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. മോൻ നന്നായിട്ട് എൻജോയ് ചെയ്തു, ഹസ്ബൻഡും നന്നായിട്ട് എൻജോയ് ചെയ്തു. അപ്പോൾ ഇതാണ് മൂന്നാറിൽ പോയപ്പം ഞങ്ങൾ കുതിര സവാരിയൊക്കെ എൻജോയ് ചെയ്ത വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുക. താങ്ക്സ് ഫോർ വാച്ചിങ്.